ഹായ് ഹലോ, ഐ ആം അഞ്ജലി ഗംഗ ഫ്രം ബ്ലൂം ഫിറ്റ്നസ് സ്റ്റുഡിയോ. നമ്മൾ വീണ്ടും 4 സ്റ്റിക്ക് വർക്കൗട്ടുകളായിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായി മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്റ്റിക്കാണ് ആവശ്യം. അതിന് നമ്മുടെ കൈകൾ നിവർത്തി വെച്ചാൽ എത്രയും നീളം ഉണ്ടാവുമോ അത്രയും നീളത്തിനാണ് നമ്മൾ സ്റ്റിക്ക് എടുക്കേണ്ടത്. അത്രയും നീളമാണ് സ്റ്റിക്കിന് വേണ്ടത്. ഓക്കെ, നമുക്ക് ചെയ്തു തുടങ്ങാം. സ്റ്റിക്കിനെ ഫ്രണ്ടിലേക്ക് പിടിച്ചിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ അളവെടുക്കുക. നമ്മുടെ കാലുകൾ രണ്ടും ഷോൾഡർ വിഡ്ത്തിൻ്റെ അത്രയും ദൂരത്തിലേക്ക് അകറ്റി വയ്ക്കുക. ഷോൾഡർ വിഡ്ത്താണ് അളവായിട്ട് എടുക്കേണ്ടത്. അതിനുശേഷം സ്റ്റിക്കിനെ മുകളിലേക്ക് പിടിച്ചിട്ട് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. കൈകളും ഷോൾഡർ ലെവലിൽ തന്നെയാണ് അളവ്, കാലുകളും അതേ അളവിൽ തന്നെയാണ് വെക്കേണ്ടത്. എന്നിട്ട് സൈഡിലേക്ക് റൈറ്റിലേക്ക് സ്ട്രെച്ച് ചെയ്യുക, ലെഫ്റ്റിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. അങ്ങനെ ഒരു 30 തവണ ചെയ്യുക. അതിനുശേഷം വീണ്ടും ഒരു 30 തവണ കൂടി ചെയ്യുക, പിന്നെ ഒരു 30 തവണ കൂടി ചെയ്യുക. അങ്ങനെ 90 തവണയാണ് ചെയ്യേണ്ടത്. എങ്കിൽ പോലും നിങ്ങൾക്ക് ഇടയ്ക്കൊന്ന് റിലാക്സ് ചെയ്യണമെങ്കിൽ ഒരു 5 ബ്രീത്ത് എടുത്ത് ഒന്ന് റിലാക്സ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം രണ്ടാമത്തെ സ്റ്റിക്ക് വർക്കൗട്ടിലേക്ക് പോവാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ സ്റ്റിക്ക് വർക്കൗട്ട് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്തതിന് ശേഷം ഫ്രണ്ടിലേക്ക് ബോഡിയെ കൊണ്ടുവരിക. ഈ സമയത്ത് വയറൊന്ന് ഹോൾഡ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. നന്നായിട്ട് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക, ബോഡി എൽ ഷേപ്പിലേക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക, എൽ ഷേപ്പിലേക്ക് കൊണ്ടുവരിക. അതിനും കാലുകൾ ഷോൾഡർ വിഡ്ത്ത് തന്നെയാണ്, കൈകളും ഷോൾഡർ വിഡ്ത്ത് ലെവലിലേക്ക് പിടിക്കുക സ്റ്റിക്കിൽ. ഓക്കെ, എന്നിട്ട് ഇതൊരു 30 തവണ ചെയ്യുക. വീണ്ടും ഒരു 30 തവണ കൂടി ചെയ്യുക. വീണ്ടും ഒരു 30 തവണ കൂടി ചെയ്യുക. ഇങ്ങനെ അതും 90 തവണയാണ് ചെയ്യേണ്ടത്. എങ്കിൽ പോലും നിങ്ങൾക്കൊരു 5 ടൈംസ് ഡീപ്പ് ബ്രീത്ത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ, ഓരോ 30 തവണയ്ക്കിടയിലും. ഓക്കെ, വീണ്ടും നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത സ്റ്റിക്ക് വർക്കൗട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ ഷോൾഡർ വിഡ്ത്തിൽ നിന്ന് കാലുകൾ 1 ഫീറ്റ് അകലത്തിലേക്ക് അകറ്റി വയ്ക്കുക. എന്നതിന് ശേഷം കൈകൾ അതുപോലെ തന്നെ ഷോൾഡർ ലെവലിൽ നിന്ന് കുറച്ച് അകറ്റി പിടിക്കുക. എന്നിട്ട് നന്നായിട്ട് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. അത് 30. അതിനുശേഷം ഷോൾഡറിലേക്ക് സ്റ്റിക്ക് വയ്ക്കുക. നാലാമത്തെ വർക്കൗട്ടിന് വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് ലെഗിലേക്ക് ടച്ച് ചെയ്യുക. ഇത് മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന അത്രയും കൊണ്ടുവന്നാൽ മതി കേട്ടോ. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ആദ്യം കഴിഞ്ഞ തവണ നമ്മളിട്ട ആ 4 സ്റ്റിക്ക് വർക്കൗട്ടും അതിനുശേഷം ഒരു 3 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ ഇട്ട ഈ സ്റ്റിക്ക് വർക്കൗട്ടും നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ചാടിയ വയറ് എത്രയും പെട്ടെന്ന് കുറയും കേട്ടോ. ബൈ, സീ യു ഉമ്മ, ടേക്ക് കെയർ.